ഞാൻ കാട്ടൂര് പള്ളിയിൽ വികാരിയച്ഛനായിട്ട് എന്നെ ജാനുവരി മാസത്തിൽ 2020 ജാനുവരി മാസത്തിൽ അഭിനന്ദ പിതാവ് നിയോഗിക്കുകയുണ്ടായി. എല്ലാവരുമായിട്ടും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് കുടുംബസമ്മേളന തലത്തിൽ ജപമാലകൾ സംഘടിപ്പിക്കുക, അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടുക, അങ്ങനെ വളരെ സന്തോഷത്തോടെ പോകുമ്പോഴാണ് ഈ കൊറോണ എന്ന മഹാമാരി ആ ഇടവകയെ ബാധിക്കുന്നത്. അത് ഞങ്ങളെല്ലാവരെയും ഭയങ്കരമായിട്ട് ബാധിച്ചു. പെട്ടെന്ന് ഒഴിഞ്ഞ പള്ളികൾ, ആരും പള്ളിയിലേക്ക് വരാത്ത ഒരവസ്ഥയൊക്കെ വരികയുണ്ടായി. അത് ഞാൻ വളരെ ശക്തമായിട്ട് ആ ഇടവയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതൊരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷമായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഞാൻ ആ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും, ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ച് മെഴുകുതിരി കത്തിച്ചു വെച്ച് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച്, ദേവാലയം അത് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ളതാണ്, ആ അമ്മയുടെ അരികിൽ വെച്ച് ഓരോ കുടുംബത്തിന് വേണ്ടിയിട്ടും മെഴുകുതിരി കത്തിച്ചു വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു വർഷം ആ ദേവാലയത്തിലൂടെ കടന്നു പോയപ്പോൾ ദൈവം വലിയൊരു അത്ഭുതത്തോടെ പ്രവർത്തിക്കുകയുണ്ടായി. ആ ചുറ്റുപരിസരങ്ങളിൽ മുഴുവനും ഈ കൊറോണയൊക്കെ ബാധിച്ച് പലരും മരണത്തിന് കീഴടങ്ങുമ്പോഴും ആ ഇടവകയിൽ ഒരാൾ പോലും കൊറോണ ബാധിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ദൈവം അവിടെ ഒരുക്കുകയുണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവം സത്യമായിട്ടും ഒരു വൈദികൻ കരങ്ങൾ വിരിച്ചു പിടിച്ച് തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം ആ ഇടവകയെ സംരക്ഷിക്കുമെന്നുള്ള വലിയ ബോധ്യം, ദൈവം ആ ഇടവകയ്ക്ക് ചുറ്റും ശക്തമായിട്ടുള്ളൊരു കോട്ട കെട്ടി ആ ഇടവകയെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ബോധ്യം എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് സ്വന്തമാക്കി എടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറെ സ്നേഹത്തോടുകൂടെ ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും സെമിനാരിയിൽ ചേരുമ്പോൾ വലിയ ഇഷ്ടത്തോടും ഒരു വിശുദ്ധനാകണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ടൊക്കെയാണ് സെമിനാരിയിൽ ചേരാനായിട്ട് ഞാൻ പോയത്. പട്ടം കിട്ടി വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ തീഷ്ണതയിലൊക്കെ അതേപോലെ എനിക്ക് ഇപ്പോഴും പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നെനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം അതിലൊക്കെ കുറവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്ത് നിയോഗത്തോടു കൂടിയിട്ടാണോ ഞാൻ സെമിനാരിയിലേക്ക് വന്നത്, ആ ഒരു നിയോഗം അത് ജീവിതത്തിൽ പാലിക്കാനായിട്ട്, അത് നിലനിൽക്കാനായിട്ടുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്.